ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായ എന്താ ഞാൻ വന്നേക്കണേന്ന്? ഇന്നതേ നമുക്കൊരു അടിപൊളി ചൂരമീൻ്റെ അച്ചാറാട്ടോ. നല്ല സൂപ്പർ രുചിയുള്ള ഒരു അച്ചാർ. ആർക്കും ഉണ്ടാക്കാം, എപ്പോഴും ഉണ്ടാക്കാം, ഏത് കൊച്ചുകുട്ടിക്കും ഉണ്ടാക്കാം ഈ അച്ചാർ. അപ്പോൾ നമുക്ക് ചൂര അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? കാണാം. അപ്പോൾ കൂട്ടുകാരെ, ചൂര അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 കിലോ മീൻ എടുത്തിട്ടുണ്ട്. മീനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചൊറുക്കി ഒഴിച്ച് ഒരു 2-3 മണിക്കൂർ തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ മീൻ മൊത്തം നല്ല കിലുകിലാന്ന് വറുത്ത് കോരിയെടുക്കണം. വറുത്ത് കോരിയെടുക്കാനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിലിൽ നമുക്ക് ഈ മീൻ മുഴുവനും നല്ല കരകരാന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മീനും വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ മീൻ അച്ചാറിടാനായിട്ട് നമുക്ക് ഞാൻ 3 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 300 വെളുത്തുള്ളി, ഒരു 200 ഗ്രാം ഇഞ്ചി, ഒരു 100 ഗ്രാം പച്ചമുളക്, ഇത്രയും നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മീനച്ചാറിന് മെയിനായിട്ട് വേണ്ടത്. നല്ലപോലെ വെളുത്തുള്ളിയും നല്ലപോലെ ഇഞ്ചിയും നല്ലപോലെ പച്ചമുളകും. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്കൊരു ചീനച്ചട്ടി, കട്ടിയുള്ള ചീനച്ചട്ടി അല്ലെങ്കിൽ ഉരുളിയോ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്താരിയത്തിൻ്റെ ഉരുളി കേട്ടോ. അതിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കുന്നത് നമ്മൾ മീൻ വറുത്ത് കോരിയിട്ടുള്ള ഓയിലുണ്ടല്ലോ, അത് തെളി എടുക്കാൻ കേട്ടോ. അതിൻ്റെ അടിയിലുള്ള നമ്മുടെ മീനിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവുമെന്ന് എടുക്കരുത്, അതിൻ്റെ തെളി. പിന്നെ ഒരു 1/2 കിലോ എണ്ണയാണിത്, നല്ലെണ്ണ. ആ നല്ലെണ്ണ കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലെണ്ണയിൽ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണ് കടുകും ഒരു 3-4 വറ്റൽമുളകും ഇട്ട് ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ. അപ്പോൾ മുളക് കടുകൊക്കെ നല്ല പോലെ ഇതായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യം പോലെ വേപ്പിലിട്ട് കൊടുക്കാം. നമ്മളിടുന്ന ഇഞ്ചിയുടെയും വേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും ജലാംശം മുഴുവനും പോകണം കേട്ടോ. അപ്പോൾ വേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ക്ഷമയോടുകൂടി, കുറേ സമയം പിടിക്കും കേട്ടോ. ഞാൻ വീഡിയോയിൽ 10, 11, 12 മിനിറ്റൊക്കെ ഉള്ളു വീഡിയോ, പക്ഷെ നമുക്ക് നല്ലൊരു സമയമെടുക്കും ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ക്ഷമയോടുകൂടി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. നല്ല ചുമക്കായി കഴിയുമ്പോൾ നമ്മുടെ പുളിയുറുമ്പിൻ്റെ നിറാവുന്ന വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ശ്രദ്ധയോടുകൂടി ഇരിക്കണം, നല്ല ആത്മാർത്ഥതയോടു കൂടി ഇരിക്കണം. എങ്കിലേ നമ്മുടെ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം പാകമായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു. പച്ചമുളക് ആദ്യം ഇടരുത് കേട്ടോ, അപ്പോൾ അത് കരിഞ്ഞു. പകുതി ആയതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ എല്ലാം കൂടി ഒരുവിധം 3/4 ഭാഗം ആയി കഴിഞ്ഞു കേട്ടോ. ക്ഷമയോടുകൂടി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരുവിധം മൂത്ത് വന്നു. ഇനി നമുക്കതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ജലാംശമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാകമായിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം. നല്ല പുളിയുറുമ്പിൻ്റെ നിറം ഇപ്പോൾ കണ്ണില്ലേ, നല്ലൊരു നിറം. ആ നിറമാകുമ്പോൾ ഇപ്പം നല്ല പാകത്തിനായിട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിതിലിട്ട് കൊടുക്കുക.
ഇനി നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി. അത് നമുക്കൊരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാശ്മീരി മുളക് പൊടി. ഞാനത് ഒരു 200 ഗ്രാം ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി അത് 2 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. ആദ്യം ഒരു 100 ഗ്രാം ഇട്ട് ഈ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടിയിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നമ്മുടെ അച്ചാറിന് നല്ല ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അത് ഏകദേശം 1 സ്പൂണ് കുരുമുളക് പൊടി, അത് മതി, ഒരുപാട് ഓവറാവരുത് കേട്ടോ. പിന്നെ ഇടുന്നത് നമ്മൾ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഞാനൊരു 2 സ്പൂണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 സ്പൂൺ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് കായംപൊടി, ഒരു LG കായത്തിൻ്റെ പൊടിയാണിത്. അതിൻ്റെ പകുതിയോളം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് രുചി നോക്കിയിട്ട് രണ്ടാമതും ഇട്ട് കൊടുക്കാം. പിന്നെ ദേ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ദേ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 100 ഗ്രാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിന് ഭംഗി കൂടാനാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ യോജിപ്പിച്ചാൽ അതിന് നമുക്ക് വേണ്ടത് ചൊറുക്കയാണ്. ഞാനിതിലേക്ക് 1 കിലോ ചൊറുക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൊറുക്ക നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ചൊറുക്ക ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 3 കിലോ മീനിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. ചേരുവകൾ ഇതൊക്കെ തന്നെയാണ്. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഗ്രേവിയിൽ ഉപ്പും പുളിയും ഉലുവ കായം എല്ലാത്തിൻ്റെ മണമൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നോക്കി കറക്റ്റ് ആയതിന് ശേഷം വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം, കാരണം അതല്ലെങ്കിൽ വല്ലാണ്ട് കട്ടയായി പോവും, നമ്മുടെ അച്ചാറിന് ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ കേടാകാതെ കുറേ നാളിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളവും ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അച്ചാറിലേക്കുള്ള ചേരുവകൾ എല്ലാം പാകമായി. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ച നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ഇത്. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ മീനൊക്കെ ഇട്ട് നല്ല പോലെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ചേരുവകളും നമ്മൾ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ പൊടികളിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മീനിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്കിതിനെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത്ര ഉള്ളൂ പണി. നമ്മുടെ അടിപൊളി ചൂരമീൻ്റെ അച്ചാർ റെഡി. ഈ അച്ചാർ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. കണ്ടില്ലേ, മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് ചേർക്കുന്നത് കണ്ടില്ലേ. നമ്മളിത് ചൂടാറിയതിന് ശേഷം നല്ല ചില്ലിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ചൂരമീൻ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട് കാണുന്നു ഞാൻ വിചാരിക്കണോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.